പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം. 3 മണിക്ക് ഇരിക്കണം. വിശന്നിട്ട് പാടില്ല. ഫോട്ടോ എടുക്കാം. ഇന്നൊരു 4 hours എനിക്ക് അവളായിട്ട് ഇന്നാണ് ഞാൻ കൂടുതൽ സംസാരിക്കണമെന്ന് തോന്നിയിട്ടേ ഇല്ല. അത്രയും എന്താ പറയാ, ഭയങ്കര പണ്ടിയാണ് അവള്. ജസ്റ്റ് ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവളുടെ ലൈഫ് വളരെ സ്ട്രോങ് ആയിട്ട് അത്യാവശ്യം കാരണന്മാരായിട്ട് കുറച്ച് സൗന്ദര്യങ്ങളുണ്ട്. പൊട്ടി കൂടിയിട്ടില്ല. അഖിൻ ചേട്ടാ, അത് ചേട്ടനോട് കുട്ടിക്കാലത്ത് ഭയങ്കര അടിപിടിയും ബഹളായിരുന്നു. കുട്ടിക്കാലം ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഭയങ്കര ഇടി ബഹളം അടിപിടി ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവളുടെ കല്യാണമായി അടിപൊളിയായിരുന്നു. ഒരു പക്ഷെ എത്രയൊന്നും പ്രതീക്ഷയില്ല. നേരിട്ട് കാണുന്നതിലും രസമുണ്ട് ഇപ്പൊ. അപ്പൊ അടിപൊളി പൊളിക്കാൻ എന്നെ കുറിച്ച് നല്ല 2 വാക്കുകൾ പറയും. ടിമു അടിപൊളിയാണ്, ഇഷ്ടമാണ്, പവറാണ്, ഒറ്റ എനർജിയാണ്. സ്വന്തം വിവാഹത്തെ പറ്റി 2 വാക്കെന്ന് പറഞ്ഞാൽ 2 വാക്കിൽ എത്താൻ പറ്റില്ല. എങ്കിലും ഒത്തിരി സന്തോഷം. എൻ്റെ ഫാമിലി, ചേട്ടൻ, അമ്മ, അച്ഛൻ, അവരുടെയൊക്കെ ഒരു സന്തോഷത്തിന് അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റി. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ആഗ്രഹത്തോടെ ഞാൻ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നു. കാത്തു കാത്തു നിഴലായി ഞാൻ തിന്നൽ വന്നു നിറുകെ തൊടുമ്പോഴോ നിന്തലൂടലറിയുന്നു ഞാൻ. രാവുകൾ ശലഭമായി, പകലുകൾ കിളികളായി, നീ വരാതെ ഉറങ്ങി. അങ്ങനെ ചിമ്മുവിൻ്റെ കല്യാണം കഴിഞ്ഞ് അവളൊത്തിരി മിസ് ചെയ്യും. അവളിപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും എൻ്റെ കൂടെ എപ്പോഴും എപ്പോഴും എൻ്റെ ഒരു സോൾ പോലെയായിരുന്നു അവൾ. അവൾ പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ലൈഫിൻ്റെ ഒരു സമയമുണ്ടല്ലോ, എന്തായാലും ഇതൊക്കെ നടന്നല്ലേ പറ്റും. അപ്പോൾ ഇനി നന്നായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൈ വളർന്നു മെയ് വളർന്നു കൺമണിയായി നെഞ്ചിരി നിൻമൊഴിയും പുലരിനിലാവാ കൂട്ടരല്ലേ. ചിമ്മിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഞാൻ ഭയങ്കര പ്രൗഡാണ് അവളുടെ ഒരു ബ്രദർ എന്ന് പറയുന്നതിൽ. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിസ്റ്ററെ കിട്ടിയതിൽ. അവളിപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് എല്ലാ കാര്യത്തിനും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നേരിച്ചാലും അങ്ങനെയൊന്നുമില്ല, എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കും. പിന്നെ അവൾ പോകുന്നതിൽ മിസ്സിങ് ഉണ്ട്. വീട്ടിൽ ഞാനിപ്പോൾ വരുമ്പോഴും അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വീട്ടിൽ ഞാൻ വരുമ്പോൾ അവൾ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ്. സോ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്.